ഹായ്, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഗാലറിയിലുള്ള വീഡിയോസിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാനൊരു 5 വർഷം മുമ്പ് എടുത്ത് വെച്ചൊരു വീഡിയോ കണ്ടു. എന്നാൽ അങ്ങനെ ഒരു വീഡിയോ എടുത്ത കാര്യം ഞാൻ കംപ്ലീറ്റ്ലി മറന്നുപോയിരുന്നു. ഒരു 2 years ബാക്ക് പെട്ടെന്ന് ആ ഒരു വീഡിയോ ഗാലറി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, ഭയങ്കര അഭിമാനം തോന്നി. ഞാൻ ആ വീഡിയോയുടെ ആ ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം. Swa, I know you'll see this video after some years. I know at that time you will be an MBBS student and the one in my dreams. Let me tell you one thing. I've worked a lot for the things you enjoy now. I've passed days with much sadness and messiness in my years. I have passed a depression period in my life. You are my dream. I work hard for being you. It's just some shots which show you one of my ordinary days, my room. Trust me, I haven't cleaned the room for this video. Love you so much. 2029 ഓഗസ്റ്റ് 21-നാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ആൻഡ് എക്സാക്ട്ലി ആഫ്റ്റർ 1 year എനിക്ക് നീറ്റ് എക്സാമിന് ഓൾ ഇന്ത്യ റാങ്ക് 320 കേരള റാങ്ക് 18 കിട്ടി. പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ അല്ലേ? എനിക്കറിയാം ഞാനിപ്പോൾ ഈ കാണിച്ച വീഡിയോ ഹാസ് നോ റിലേഷൻ വിത്ത് ദ ടോപ്പിക് ദാറ്റ് ഐ ആം ഗോയിങ് ടു ഡിസ്കസ് ഇൻ ദിസ് വീഡിയോ. പക്ഷേ ഞാൻ +1 ആൻഡ് +2 പഠിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഒരു ഡിപ്രഷൻ പീരിയഡിലായിരുന്നു. എനിക്ക് കുറേ പ്രശ്നങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു. കുറേ ഫാമിലി ഇഷ്യൂസ്, ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്നൊരു കാര്യം, ഓൺലി എഡ്യൂക്കേഷൻ ക്യാൻ ചേഞ്ച് മൈ സിറ്റുവേഷൻ. സോ ഈവൻ ഇഫ് ആ ടൈം എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആണെങ്കിൽ പോലും ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്ത കാര്യമായിരുന്നു സ്റ്റഡീസ്. +1 ആൻഡ് +2 പഠിക്കുന്ന സമയത്തൊക്കെ എനിക്കൊരു ഒറ്റ ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. +2-ൽ 1200 മേടിക്കണം. അപ്പോൾ +1-ൽ എനിക്ക് 520 ഔട്ട് ഓഫ് 520 കിട്ടി. +1 കഴിഞ്ഞ സമയത്താണ് ആക്ച്വലി കോവിഡും ലോക്ക്ഡൗൺ ഒക്കെ വരുന്നത്. +2-ൽ എനിക്ക് ഫുൾ മാർക്കായിരുന്നു, അതായത് ടോട്ടൽ എനിക്ക് 1200 ഔട്ട് ഓഫ് 1200 തന്നെയായിരുന്നു. പക്ഷേ +1 ഞാൻ അത്ര എഫേർട്ട് ഇട്ട് പഠിച്ചിട്ട് വാങ്ങിയ മാർക്ക് തന്നെയാണ്. +2 പഠിച്ചിട്ട് വാങ്ങിച്ചു തന്നെയാണ്, പക്ഷേ ആ ടൈമിൽ ഫോക്കസ് ഏരിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ +1-ൽ ഇട്ട അത്ര എഫേർട്ടൊന്നും ഞാൻ +2-ൽ ഇട്ടിട്ടില്ല. എനിവേസ്, ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്കറിയാം ഞാനിപ്പോൾ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓണസ്റ്റ്ലി ഐ എം ലിവിങ് ഇൻ മൈ ഡ്രീം ലൈഫ്. ഒരു 5 years ബാക്ക് അല്ലെങ്കിൽ 6 years ബാക്ക് 10th ക്ലാസ്സിലും +1-ലും +2-ലൊക്കെ പഠിക്കുന്ന എൻ്റെ ലിറ്റിൽ സെൽഫ് ആഗ്രഹിച്ച കാര്യങ്ങളിലാണ്, എൻ്റെ സ്വപ്നങ്ങളിലാണ് സത്യമായിട്ടും ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിതൊന്നും ബോസ്റ്റ് ചെയ്ത് പറയല്ല കേട്ടോ, കാരണം എനിക്ക് കുറേ കമൻറ്റ്സ് വന്നിരുന്നു, യു ആർ സോ ലക്കി ടു ഹാവ് ദിസ് ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ഐ വാസ് നെവർ ലക്കി. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ചിലപ്പോൾ നിങ്ങൾക്കൊന്നും ആലോചിക്കാൻ പറ്റാത്ത അത്രയും പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിൽ ഞാൻ ചൈൽഡായ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും ഞാൻ ഗിവ് അപ്പ് ചെയ്യാതെ അത്രയും ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അന്ന് ഞാൻ ആഗ്രഹിച്ചൊരു ലൈഫിൽ എനിക്ക് ലിവ് ചെയ്യാൻ പറ്റുന്നത്. സോ ബിഫോർ സ്റ്റാർട്ടിങ് ദ ആക്ച്വൽ വീഡിയോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം, നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടിയിട്ട് ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാണ്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് നിങ്ങളുടെ ഇപ്പോഴത്തെ സെൽഫിനെ ആലോചിച്ച് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. ആൻഡ് ഐ ആം ദ ലിവിങ് എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ കമ്മിങ് ടു മൈ സ്റ്റോറി. ഞാൻ പഠിച്ചതൊക്കെ ഗവൺമെൻറ് സ്കൂളുകളിലാണ്. 10th ക്ലാസ് വരെ മലയാളം മീഡിയത്തിലായിരുന്നു പഠിച്ചത്. അപ്പോൾ +1-ൽ കയറിയ സമയത്ത് +1 ഇംഗ്ലീഷിലാണല്ലോ ഒബ്വിയസ്ലി. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഒന്നും മനസ്സിലാവില്ലായിരുന്നു. NCERT ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കാനിരുന്നാൽ നമ്മൾ ഈ ആക്സിലറേഷൻ, വെലോസിറ്റി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മലയാളത്തിൽ പഠിച്ചത് പ്രവേഗം, ത്വരണം, ഇങ്ങനത്തെ വാക്കുകളൊക്കെയാണ്. അപ്പം ടീച്ചേഴ്സ് ക്ലാസ്സിലെടുക്കുന്ന വാക്കുകൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിവേസ്, ഐ വാസ് നെവർ റെഡി ടു ഗിവ് അപ്പ്. ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെ ഇരുന്ന് വായിച്ചിട്ടുണ്ട്. യൂഷ്വലി എല്ലാവരും ബയോളജിക്കൊക്കെയാണ് ടെക്സ്റ്റ് വായിക്കുക, ഫിസിക്സിനൊന്നും അങ്ങനെ വായിക്കില്ല. ഞാൻ ബയോളജിക്ക് വായിക്കും, കെമിസ്ട്രിക്ക് വായിക്കും, ഫിസിക്സിന് വായിക്കും, മാത്സിന് വായിക്കും. എൻ്റെ +1-ലേക്ക് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ അതിൽ ഓരോ വാക്കിൻ്റെ മുകളിൽ മലയാളത്തിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ എഴുതി വെച്ചിട്ടുണ്ട്, എന്താ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഐ വാസ് എ ടോപ്പർ. ഞാൻ നന്നായി എഫേർട്ട് ഇടുന്ന ഒരു കുട്ടിയായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ബാക്കി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഒക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കിയിരുന്നു. എനിവേസ്, ഞാൻ ഡെയിലി ഒക്കെ ഇരുന്ന് പഠിക്കുന്ന ഒരു കുട്ടി തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ +2 ആയപ്പോൾ കോവിഡ്, ലോക്ക്ഡൗൺ, ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയി ഞാൻ നന്നായി ഉഴപ്പിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ +2 ബേസ് ഒന്നും അത്ര സ്ട്രോങ് ആയിരുന്നില്ല. ഞാൻ നീറ്റിന് പഠിക്കാൻ പോയ സമയത്ത് റിപ്പീറ്റ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് +2 ബേസ് ഇല്ലാത്തത് എന്നെ അപ്പോൾ പ്രശ്നത്തിലാക്കിയിട്ടുണ്ട്. എനിവേസ്, ഞാൻ ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് NCERT റിലേ ചെയ്ത് കംപ്ലീറ്റ്ലി NCERT വായിച്ച് തിയറിയും കോൺസെപ്റ്റ്സ് ഒക്കെ അത്രയും ക്ലിയർ ആക്കി എക്സാം എഴുതിയ ഒരാളാണ്. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ട് അതെങ്ങനെയാണ് ഞാൻ പഠിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് മേ ബി നിങ്ങൾക്ക് അതുകൊണ്ടൊരു യൂസ് ഉണ്ടാവില്ല, കാരണം ഇനി ആകെ എക്സാമിന് 1 week സംതിങ്ങേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇനി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ എക്സാം എഴുതേണ്ട സമയത്ത് മാക്സിമം മാർക്കിലെത്താൻ എന്തൊക്കെ ടിപ്സാണ് ഉള്ളതെന്ന് അന്ന് 1200 സ്കോർ ചെയ്ത ഒരാൾ എന്നുള്ള രീതിക്ക്
എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ബോർഡ് എക്സാമിന് ഈ നീറ്റ് പോലെയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന എക്സാമിൽ നിന്നുള്ള വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിസ്ക്രിപ്റ്റീവ്. അതായത് നമ്മൾ ആൻസർ പ്രസന്റ് ചെയ്യുന്ന രീതി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടും കാര്യമില്ല, അത് വളരെ പ്രസന്റബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എഴുതിയാൽ മാത്രമാണ് നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടുള്ളൂ. സോ എപ്പോഴും നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് ആലോചിക്കണം, ഇത് ഏത് രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നത്, ആൻഡ് അതെങ്ങനെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം. ആ രീതിക്ക് നിങ്ങൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും പ്രിപ്പയർ ചെയ്യണം. വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വലിയൊരു ഡ്രീം ഉണ്ടായിരിക്കണം. അതായത് എനിക്ക് +2 ഫുൾ മാർക്ക് മേടിക്കണം, അല്ലെങ്കിൽ എനിക്ക് +2 ഫുൾ A+ മേടിക്കണം, എനിക്ക് 95% എബോവ് മാർക്ക് സ്കോർ ചെയ്യണം. ഇങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതെപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. സോ ദാറ്റ് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടാനുള്ളൊരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഉള്ളിൽ. ഞാൻ ആക്ച്വലി +1 പഠിക്കുന്ന സമയത്ത് വീട്ടിലൊരു ചുമലിൽ ഭയങ്കര ചെറുതാക്കി ഇങ്ങനെ I want to score 1200 out of 1200 എന്ന് എഴുതി വെച്ചത്. അത് ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ ചുമലിൽ അത് ഉണ്ടോയെന്ന് ചെന്ന് നോക്കിയിരുന്നു. ഇറ്റ്സ് സ്റ്റിൽ ദെയർ. അതായത് അത്രയും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം. പറ്റുമെങ്കിൽ നിങ്ങളുടെ റൂമിലൊക്കെ ഇങ്ങനെ എഴുതി ഒട്ടിച്ച് വെച്ചോ. എപ്പോഴും അത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പഠിക്കാനുള്ള ഒരു എനർജി ഒക്കെ വരട്ടെ. അടുത്ത കാര്യം, നിങ്ങൾ ഇത്ര കാലം എങ്ങനെയാണോ പഠിച്ചു പോയത്, അതായത് NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടാണോ, അല്ലെങ്കിൽ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നോട്ട്സ് ആണോ വായിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് റിവൈസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്, അതേ രീതിക്ക് തന്നെ പോവാം. ഞാൻ ഈ ലാസ്റ്റ് നിമിഷം വന്നിട്ട് ഇങ്ങനെ പഠിക്കണം അങ്ങനെ പഠിക്കണം എന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ എങ്ങനെയാണോ ഇത്ര കാലം പോയിരുന്നത് അത് വളരെ ഇഷ്ടത്തോടെ പഠിക്കാനുള്ളൊരു എൻതൂസിയാസത്തോടെ ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങൾ എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് ഒരിക്കലും സ്ട്രെസ്ഡ് ആവരുത്. ഭയങ്കര ഇഷ്ടത്തോടെ കാമായിട്ട് ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ വേയിൽ അത് പ്രസന്റ് ചെയ്യാൻ നോക്കുക. ഇതൊന്നും ഞാൻ വെറുതെ പറയില്ല കേട്ടോ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എഴുതാനൊക്കെ. ഞാൻ ഇങ്ങനെ ഓരോ എസ്സേ കോമ്പറ്റീഷൻ അതിനൊക്കെ പോകുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും എഴുതുന്ന സമയത്ത് ഞാൻ മനസ്സിൽ വിചാരിക്കുമായിരുന്നു എൻ്റെ എക്സാമിനർ ഈസ് ഗോയിങ് ടു റീഡ് ദിസ്, അപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് പ്രസന്റ് ചെയ്യണം എന്നുള്ളത്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുറേ ടീച്ചേഴ്സ് പറയുമായിരുന്നു, ഭയങ്കര ഇഷ്ടമാണ് നിന്റെ പേപ്പർ ഞങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ട്, പോയിന്റ്സ് ഒക്കെ നല്ല രീതിക്ക് ഉണ്ടാവും എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുപോലെ നല്ല ഫ്ലോ ചാർട്ട്സും അല്ലെങ്കിൽ ഭയങ്കര സ്റ്റെപ്പ് വൈസ് ആയിട്ടൊക്കെ എഴുതുക. പോയിന്റ് വൈസ് ആയിട്ട് എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ ഡിസ്ക്രിപ്റ്റീവായിട്ട് വലിച്ചു വാരി എഴുതുന്നതിൽ നല്ലത്. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്ത് പോവുക. സോ ദാറ്റ് നമ്മുടെ ടീച്ചേഴ്സ് ഒരിക്കലും ഈ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് വിട്ടു പോവില്ല, അതൊക്കെ അവർ വായിച്ചു പോകും. അപ്പോൾ മാർക്ക് ഇങ്ങനെ താനേ വന്നോളും. ഞാൻ പറഞ്ഞല്ലോ, പോയിന്റ്സ് ഒക്കെ ആയിട്ട് എഴുതുന്ന സമയത്ത് എക്സാമിനറിന് നല്ലോണം ഇഷ്ടമാവുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ ടോപ്പിക്കും പഠിക്കുന്ന സമയത്ത് ഓക്കെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇതൊക്കെയാണ്, ഇതൊക്കെ എന്തായാലും ഞാൻ എക്സാമിന് എഴുതിയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാൻ നോക്കാം. പിന്നെ എക്സാം എഴുതുന്ന ഓർഡർ പല ടീച്ചേഴ്സും പല രീതിക്ക് പറയാറുണ്ട്. ചിലരൊക്കെ പറയാം നിങ്ങൾക്ക് ഏറ്റവും അറിയുന്ന ആൻസേഴ്സ് ആദ്യം എഴുതാൻ നോക്കുക, അവസാനത്തോടെ അടുക്കുമ്പോൾ അറിയാത്ത കാര്യങ്ങൾ ആൻസർ ചെയ്യാൻ നോക്കാം. ഞാൻ ഫോളോ ചെയ്തിരുന്നത്, ഞാൻ എപ്പോഴും ഓർഡറിലാണ് എഴുതാം. ഇൻ കേസ് എനിക്ക് ഒന്നും അറിയാത്ത എന്തെങ്കിലും ആൻസർ ഉണ്ടെങ്കിൽ അത് ലാസ്റ്റിൽ എഴുതാന്ന് വിചാരിക്കും. ഈ ഓർഡറിൽ എഴുതുമ്പോൾ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, എക്സാമിനറിന് അത് വായിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ആ ഒരു ഓർഡറിൽ തന്നെ അവർക്ക് മാർക്കിട്ട് പോവാം. അപ്പൊ അവരുടെ ഒരു വർക്ക് കുറച്ച് ഈസി ആക്കുന്നത് കൊണ്ട് മേ ബി കൂടുതൽ മാർക്കിട്ട് തന്നാലോ അങ്ങനെ തോന്നിയിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റഡി ഏരിയ ഒക്കെ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കുക. നല്ല ക്ലീൻ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാൻ തോന്നുന്നു. എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര മെസ്ഡപ്പ് ആയിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മൈൻഡ് ഭയങ്കര മെസ്ഡപ്പ് പോലെ തോന്നും. അപ്പോൾ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ സ്റ്റഡി ഏരിയയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ I want to score 1200 out of 1200, അല്ലെങ്കിൽ +2 full A+, I can, അങ്ങനെയൊക്കെ എഴുതി വെക്കുക. ആൻഡ് അത്ര എവിഡന്റ് അല്ലെങ്കിൽ പോലും എന്തൊക്കെയോ രീതിയിൽ അത് നമ്മുടെ ടോട്ടൽ എനർജീനെ അഫക്ട് ചെയ്യും. ഒരു പോസിറ്റീവ് ഇമ്പാക്ട് അതിനുണ്ടാക്കാൻ പറ്റും. പിന്നെ നല്ല ചൂടുകാലാണ് വരാൻ പോകുന്നത്. നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യുക. നിങ്ങൾ എക്സാം ഹോളിലേക്ക് പോകുമ്പോഴൊക്കെ എപ്പോഴും ഒരു വാട്ടർ ബോട്ടിൽ എടുക്കണം. യു ഹാവ് ടു ഹൈഡ്രേറ്റ് യുവർ സെൽഫ്. ലൈക്ക് എക്സാം എഴുതുന്ന സമയത്ത് പോലും ചെയ്യാൻ നോക്കുക. പിന്നെ നല്ല രീതിക്ക് ഫ്രൂട്ട്സ്, നട്ട്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ കഴിക്കാൻ നോക്കുക. ഭയങ്കരമായിട്ട് കാർബ്സ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള ഭക്ഷണം ഒഴിവാക്കാൻ നോക്കുക. അതായത് ഒരു ഫുൾ ബിരിയാണി അല്ലെങ്കിൽ മന്തി ഇതൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി കുറേ കാർബ്സ് ആണ്, ഇതൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ നല്ല പാടാണ്, നിങ്ങളുടെ എനർജി കുറേ അങ്ങനെ പോകും. അപ്പോൾ കുറച്ച് ലൈറ്റർ ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക. എനിക്കറിയാം നോമ്പൊക്കെ എടുക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എനിക്ക് കാര്യമായിട്ട് അറിയില്ല അവരുടെ അടുത്ത് എന്താ പറയേണ്ടതെന്ന്. പക്ഷെ നിങ്ങൾ ഈവനിങ് നോമ്പ് തുറയുടെ സമയത്ത്, അതുപോലെ തന്നെ അത്താഴത്തിൻ്റെ സമയത്തൊക്കെ നല്ല രീതിക്ക് ഫുഡ് കഴിക്കാം. നല്ലോണം ഫ്രൂട്ട്സും വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ കഴിക്കാം. അപ്പം എനിക്ക് അത്രയ്ക്കേ പറയാനുള്ളൂ. ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, എഡ്യൂക്കേഷൻ ഇസ് സോ പവർഫുൾ. നിങ്ങളുടെ ലൈഫിന് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ് എഡ്യൂക്കേഷൻ. സീരിയസ്ലി. സോ ഇപ്പം നിങ്ങൾ എക്സാമിന് പഠിക്കാനിരിക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ അത്രയൊന്നും പഠിക്കേണ്ട, പാസ്സായാൽ മതിയല്ലോ, അല്ലെങ്കിൽ നമുക്ക് അത്രയൊക്കെ മതി, ആ രീതിക്കൊക്കെ നിങ്ങളെ തളർത്താൻ നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഓരോ ടോക്സിനും നിങ്ങൾ ചെവി കൊടുക്കരുത്. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം മാർക്ക്, ആ റിസൾട്ട് നമുക്ക് മേടിക്കണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ഡു കമന്റ്, ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.